നമുക്കൊപ്പം ചേരുന്നു ശ്രീ വി പി മുസ്തഫ. പങ്കില്ല പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നില്ലേ താങ്കൾ ഒരു മാസം മുൻപ് നടത്തിയ പ്രസംഗവും അതിലെ വാക്കുകളും? ഹലോ, കേൾക്കാമെന്ന് കരുതുന്നു ശ്രീ വി പി മുസ്തഫ. ഹലോ, ഞാൻ ഒരു മാസം മുമ്പ് നടത്തിയ പ്രസംഗത്തിലെ ഏതാണ്ട് ഒരു 40 മിനിറ്റ് നീണ്ട പ്രസംഗത്തിലെ ചില വരികൾ മാത്രം അടർത്തിയെടുത്ത് കൊലവിളി നടത്തി എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, മാർക്സിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രചരണമാണ്. ആ പ്രസംഗത്തിന്റെ മുമ്പിലും പിമ്പിലുമുള്ള വരികളെങ്കിലും കേൾക്കാനുള്ള സന്നദ്ധത ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരും ഇപ്പോ അതിന്റെ പേരിൽ എനിക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് വിരോധികളും തയ്യാറാകേണ്ടതാണ്. ഞാനവിടെ വളരെ കൃത്യമായിട്ടാണ് കഴിഞ്ഞ ഒരു എത്രയോ വർഷക്കാലത്തെ കല്യോട്ട അനുഭവങ്ങൾ, അവിടെ ഞങ്ങളുടെ പിതാക്കൾ നേരിടേണ്ടി വരുന്ന പീഡനത്തിന്റെ പ്രശ്നങ്ങൾ, CPIM ഇപ്പോ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന പുതിയ പ്രവർത്തന മേഖലകൾ, ഇതെല്ലാം വിശദീകരിച്ചതിന് ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കല്യോട്ടുണ്ടായ ചില അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അവിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പെരിയ വില്ലേജ് സമ്മേളനം ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിൽ ഈ കല്യോട്ടാണ് നടന്നത്. അതിന് പ്രതിരോധം കഴിഞ്ഞ് പോവുകയായിരുന്നു, ആക്രമിക്കപ്പെട്ടു. ജനുവരി 3 BJPയുടെ ഹർത്താൽ ദിവസം ആക്രമിക്കപ്പെട്ടു. ജനുവരി 5 പീതാംബരനും സുരേന്ദ്രനും ആക്രമിക്കപ്പെട്ടു. ഈ സുഹത്യാ സംഭവങ്ങളുടെ പേരിലാണ് ജനുവരി 7 അവിടെ പാർട്ടിയുടെ പ്രതിഷേധ യോഗം ചേരുന്നത്. നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം വിവേചിച്ചിട്ട് ഞാൻ പറയുന്ന വാചകം എന്താണ്? മിനിഞ്ഞാണ് ജനുവരി 7 സംസാരിക്കുമ്പോൾ ജനുവരി 5 മിനിഞ്ഞാണുള്ളത്. മിനിഞ്ഞാണ് പീതാംബരനും സുരേന്ദ്രനും ആക്രമിക്കപ്പെട്ടതുവരെയുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇതാണ് എന്റെ വാചകം. അതുകൂടി കേൾപ്പിക്കണം. ആ കേസറ്റിൽ അതും കൂടി ഉണ്ട്. ഞങ്ങൾ ക്ഷമിക്കുന്നു. പക്ഷെ ഇനിയും ഞങ്ങളെ ചവിട്ടാൻ വന്നാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. ഈ പറഞ്ഞതിൽ എന്താണ് കൊലപടിയുള്ളത്? ശ്രീ വി പി മുസ്തഫ,